നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വലിയ ശ്രദ്ധയാണ് നമ്മുടെ ആരാധനയുടെ ഈ ശരീരഭാഷ. നമ്മൾ ഇപ്പോൾ എനിക്കത് കാണിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പള്ളിയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ട്. ഇങ്ങനെ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല, പക്ഷേ ഈ നിപ്പ് ആരാധനയുടെ ശരീരഭാഷയല്ല. നമുക്ക് പല രീതിയിൽ നിൽക്കാം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും പ്രായോഗികമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒന്നുകിൽ നമുക്ക് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ കരങ്ങൾ കൂപ്പി നിൽക്കാം, അല്ലെങ്കിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിൽക്കാം, അല്ലെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ കരങ്ങൾ തുറന്നു പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ല മനോഹരമായ ആരാധനയുടെ ശരീരഭാഷയാണത്. അപ്പോൾ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ കരങ്ങളിങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരങ്ങൾ താഴ്ത്തിയിട്ട് നിൽക്കാം. അപ്പോൾ ഇത് അല്ലാതെ നമ്മൾ കരങ്ങൾ കൈ പുറകെ കെട്ടി നിൽക്കുക. അതും ഞാൻ യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ പലയിടങ്ങളിലും ഇപ്പോൾ കാണുന്ന ഒരു ബോഡി ലാംഗ്വേജാണ്. കൈ ഇങ്ങനെ പുറകെ കെട്ടി നിൽക്കുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല അത് ആ വർഷിപ്പിന് ചേർന്ന ഒരു ശരീരഭാഷയല്ല. മുട്ടുകുത്തി നിൽക്കാം. വിശുദ്ധ കുർബാനയിലൊക്കെ മുട്ടുകുത്തി നിൽക്കാൻ സഭ അനുവദിച്ചിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ മുട്ടുകുത്തുന്നുണ്ട്. നല്ലൊരു പോസ്റ്ററാണത്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഒത്തിരി ആളുകൾ ഇന്ന് കസേരയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ്. എൻ്റെ ഒരു ഹമ്പിൾ സജഷൻ, നമ്മൾ നിലത്തിരുന്ന് പ്രാർത്ഥിക്കണം. നിലത്തിരിക്കുമ്പോൾ അത് അതിന് ഒത്തിരി അർത്ഥമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർത്ഥം, നമ്മൾ നമ്മുടെ നിസാരത അംഗീകരിക്കുകയാണ്. വെറും നിലത്ത് ഒരു പാവിരിച്ചിരുന്ന് കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അത് ഒരു എളിമയുടെ, നമ്മൾ കർത്താവെ ഞാൻ ഒന്നുമല്ല എന്ന് നമ്മൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശരീരഭാഷയാണത്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ നെറ്റി തറയെ മുട്ടിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് ആരാധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശൂന്യത, നമ്മുടെ നിസ്സഹായത അത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു ശരീരഭാഷയാണ് അത്. ഇതെല്ലാം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ആരാധനയെ സജീവമാക്കാൻ സഹായിക്കും. വേറൊരു കാര്യം ഞാൻ ദിവ്യകാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമ്പോഴുള്ള ഒരു പൊസിഷനാണ്. ഇതൊരു ദിവ്യകാരുണ്യ ശുശ്രൂഷ ആയതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നിർദ്ദേശിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ കുർബാന കൊടുക്കുന്ന എല്ലാ ഇടങ്ങളിലും പുരോഹിതന്മാർ കമ്മ്യൂണിയൻ പ്ലേറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കമ്മ്യൂണിയൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ആ പാർട്ടിക്കിൾസ് താഴെ പോവാതിരിക്കാൻ പിടിക്കുന്ന ആ പാത്രം, കമ്മ്യൂണിയൻ പ്ലേറ്റ്, അത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഫാനെല്ലാം പള്ളിയിൽ ഇങ്ങനെ നല്ല സ്പീഡിലിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പീഷീസ് എല്ലാം, പാർട്ടിക്കിൾസ് എല്ലാം പറന്നു പോകാൻ, ചെറിയ പൊടികളും തരികളും അല്ലേ, അതൊക്കെ പറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിയൻ പ്ലേറ്റ് നിർബന്ധമായിട്ട് പിടിക്കണം. അതുകൂടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്നവരെ, ഞാനിത് നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതൊരു ദിവ്യകാരുണ്യ ശുശ്രൂഷയും കൂടെ ആയതുകൊണ്ട് പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വളരെ ഭക്തിയോടുകൂടെ വരികയും, കമ്മ്യൂണിയൻ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കരുത്, കൈ താഴ്ത്തി പിടിച്ച് ഈ പ്ലേറ്റ് പിടിക്കാനുള്ള ആ സ്പേസ് കൊടുക്കണം. ഇത് ആരും പറയുന്നത് ഞാൻ കണ്ടിട്ടുമില്ല, ഇത് പലർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ആളുകൾ ഇങ്ങനെ വന്ന് കൈ ഇങ്ങനെ കൂപ്പി പിടിച്ച് നിൽക്കുമ്പോൾ പ്ലേറ്റ് പിടിക്കുന്ന ആ ശുശ്രൂഷകന് എന്തു ചെയ്യും? പ്ലേറ്റ് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ നാവിൽ നിന്നോ പുരോഹിതൻ്റെ കയ്യിൽ നിന്നോ വിശുദ്ധ കുർബാന താഴേക്ക് പോയാൽ അത് നിലത്തേക്ക് വീഴും. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിക്കുന്ന ഒരു ശുശ്രൂഷകൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കരങ്ങളിങ്ങനെ താഴ്ത്തി പിടിക്കണം. അതുപോലെ തന്നെ കുർബാന സ്വീകരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും നമ്മൾ കൈവീശി നടന്നു പോകരുത്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനാപൂർവം നടന്നു പോകാം, കരങ്ങൾ കൂപ്പി നടന്നു പോകാം. അങ്ങനെ ആദരവോടുകൂടി വേണം നമ്മൾ കുർബാനയുടെ ഓരോ നിമിഷങ്ങളിലും പങ്കെടുക്കാൻ. പുരോഹിതൻ ആശീർവാദം തരുന്ന സമയത്ത് നമ്മൾ ആ ആശീർവാദം കുരിശ് വരച്ച് സ്വീകരിക്കണം. ഓരോ സഭയ്ക്കും ഓരോ രീതി ഉണ്ടാവും. ഞാൻ എൻ്റെ സഭയുടെ രീതി അനുസരിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ സഭയ്ക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. നമ്മൾ
ആശീർവദിക്കുകയാണ്. പുരോഹിതൻ ആശീർവദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുരിശ് വരച്ച് ആ ആശീർവാദം സ്വീകരിക്കണം. ഇനി കുരിശ് വരയ്ക്കുന്നത് ഇത് വളരെ സിമ്പിളായ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് സിമ്പിളല്ല. ഇതൊക്കെ നമ്മൾ അവഗണിച്ചാൽ നാളെ ഒരു കാലത്ത് നമ്മുടെ ആരാധനകൾ തന്നെ ഇല്ലാതാവും. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുമ്പോഴാണ് വലിയ തകർച്ചകൾ നമുക്ക് നാളെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ചെറിയ കാര്യങ്ങളല്ല. ഇപ്പോൾ കുരിശ് വരയ്ക്കുമ്പോഴാണെങ്കിലും ആളുകൾ വളരെ അലക്ഷ്യമായിട്ട്, ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചോളുക, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു 3-4 കുത്ത് നെഞ്ചത്ത് കുത്തുന്ന കണ്ടിട്ടുണ്ട്. കുരിശ് വരയ്ക്കുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. അത് കുരിശ് വരയല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് കുരിശ് നന്നായിട്ട് വരയ്ക്കണം. അപ്പോൾ അതെങ്ങനെയാണോ, അതിപ്പോൾ ഇങ്ങനെ മേളിൽ താഴേക്ക് വരച്ചിട്ട് ഇനി വലത്തുനിന്ന് ഇടത്തേക്ക് വരയ്ക്കുന്നവരുണ്ട്, ഇടത്തുനിന്ന് വലത്തേക്ക് വരയ്ക്കുന്നവരുണ്ട്. എങ്ങനെയാണോ നിങ്ങളുടെ സഭയുടെ രീതി അനുസരിച്ച് അത് ചെയ്യുക. അപ്പോൾ ബോധപൂർവം ചെയ്യണം. കുരിശുവരയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ശക്തമായ ഒരു ആരാധന ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് നടത്തണമെങ്കിൽ അതാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇതിനൊക്കെ പവർഫുള്ളായിട്ടൊരു വർഷിപ്പില്ല. ത്രിയേക ദൈവത്തെ, ട്രയൂൺ ഗോഡിനെ വർഷിപ്പ് ചെയ്യുകയാണ്. പിതാവിനും പുത്രനും. വിശുദ്ധ ക്രിസോസ്റ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുരിശ് വരയ്ക്കാതെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത്. കുരിശ് വരയ്ക്കാതെ വീട്ടിൽ നിന്ന് പുറത്ത് പോകരുത്. ഇത് നിസാരമല്ല. ഇത് കുരിശ് വരയ്ക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ മുഴുവൻ യോഗ്യതയും ഒറ്റ സെക്കൻഡ് കൊണ്ട് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നതാണ് കുരിശ് വര. ഞാൻ ഒരു ഗമയ്ക്ക് പറയാൻ നിങ്ങൾ കൂട്ടിക്കോ, 2500 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞാൻ ഛത്തീസ്ഗഡിൽ പോയിട്ട് തിരിച്ചു വരാൻ എൻ്റെ മെമ്മറി കറക്റ്റാണെങ്കിൽ 2500 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഇവിടെ ഡ്രൈവ് ചെയ്താൽ പോകുന്നത്. കോവിഡ് കാലത്താണ് പോയിട്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഗ്രാമത്തിൻ്റെ പേര് മോത്തിപ്പൂർ എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. അവിടെ ചെല്ലുന്നു. അപ്പോൾ ഒരു 15-20 പേര് ആ വീട്ടിലുണ്ടാവും പ്രാർത്ഥനയ്ക്ക്. അവിടെ ചെന്ന് ഞങ്ങൾ 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോത്തിപ്പൂർ ഗ്രാമത്തിൽ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോയി തിരിച്ചു വന്ന ആ ദൂരം താണ്ടി ചെന്നിട്ട് ഞാൻ അവരെ പഠിപ്പിച്ചത് കുരിശ് വരയ്ക്കാനാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരോഹിതൻ എന്നെ കളിയാക്കി. എന്താണ്, 2500 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്ന് കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചിട്ട് തിരിച്ചു പോയത്. പക്ഷേ എനിക്കത് നിസ്സാരമല്ല. എന്ന് വെച്ചാൽ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം. അതൊട്ടും നിസ്സാരമായൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഈ ദിവ്യാരണ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ആരാധനയുടെ ശരീരഭാഷയെ ഗൗരവമായിട്ട് എടുക്കണം. ബോഡി ലാംഗ്വേജ് ഓഫ് വർഷിപ്പ്. ഇപ്പോൾ പള്ളിയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതിനൊരു ശരീരഭാഷ ഉണ്ടാവണം. ഒരു വലിയ, അതായത് നമ്മളെ കാണുന്ന ആളുകൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നണം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ വളരെ മനോഹരമായൊരു ഓർമ്മയുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ പരിശുദ്ധ കുർബാനയ്ക്ക് ആദ്യന്തം കണ്ണടച്ച് കൈകൂപ്പി ഇങ്ങനെ ധ്യാന നിർവിശേഷനായി നിൽക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലുണ്ട്. ആ മുഖമൊക്കെ ആളെ എനിക്കറിയാം, എൻ്റെ മനസ്സിലുണ്ട്. എന്തൊരു മനോഹരമാണ് അത് കാണുന്നത് തന്നെ. എന്ത് മനോഹരമാണ് അത് കാണുമ്പോൾ തന്നെ. അത് കാണുന്നവർക്ക് ഒരാത്മീയ അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ആരാധനയുടെ ശരീരഭാഷ എന്തൊക്കെയാണ്? കരങ്ങൾ കൂപ്പാം, കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാം, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം, അതുപോലെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കാം, നിലത്തിരുന്ന് പ്രാർത്ഥിക്കാം, കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഇങ്ങനെ ഈ വർഷിപ്പിൻ്റെ ബോഡി ലാംഗ്വേജ് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ടാസ്ക് എന്താണ്? ഇന്നത്തെ ടാസ്ക് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇങ്ങനെ കരങ്ങൾ ഉയർത്തി നിൽക്കാനാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വല്ലാത്ത ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് കർത്താവിൽ നിന്ന് അതുപോലൊരു സ്നേഹം എനിക്ക് വരുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട്, അമ്മ എന്നെ സഹായിക്കുക, എന്നെ എടുക്ക്, എനിക്ക് എന്തെങ്കിലും താ എന്ന് പറയുന്ന ആ ശരീരഭാഷയാണത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്നത്തെ ഒരു ടാസ്ക് തരികയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കഥ കടച്ച് മുറിയിലോട്ട് കയറിയിട്ട് ആരും കാണാതെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് അപ്പാ കർത്താവേ ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്ന് നിന്ന് 2-3 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കും. അത് ഭയങ്കര മനോഹരമായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ ടാസ്ക്. നമ്മൾ ഇന്നത്തെ പരിശീലിക്കേണ്ട പുണ്യം എന്ന് പറയുന്നത്
ദൈവമേ, ആരാധനയ്ക്ക് ഉചിതമായ ശാരീരിക ഭാഷ ധരിക്കാൻ, ബോഡി ലാംഗ്വേജ് എടുക്കാൻ ഉള്ള കൃപ എനിക്ക് തരണം. ഉപേക്ഷിക്കേണ്ട പാപം, ആരാധനയ്ക്ക് വിരുദ്ധമായ സ്പിരിച്വൽ ഫിസിക്കൽ പോസ്ചറുകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഞാൻ പറഞ്ഞു, ഈ കര ഉയർത്തി അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥനയാക്കി മാറ്റേണ്ടത് ഇതാണ്. ഒരു സങ്കീർത്തനമാണ്, അത് നമുക്കൊന്ന് വായിക്കാം. 130-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. നല്ല പ്രാർത്ഥനയാണ്. ഞാൻ കാത്തിരിക്കുന്നു, ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു.